ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് കുറെ ആൾക്കാരെ കമന്റ്സിനുള്ള റിപ്ലൈസ് ആണ്. അധികം ഷെയ്ക്കലിക്ക വണ്ടി കുറെ ആൾക്കാരെ കമന്റ്സിനുള്ള റിപ്ലൈസ് ആണ്. നമ്മള് ഇന്നൊരു മൂവിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു, അതിനിങ്ങനെ പോണ വയ്യാട്ടോ. അപ്പൊ എന്താ വെച്ചാല് കുറെ ആൾക്കാരെ കമന്റ് ആണ്, പാത്തു എന്താണ് ഇപ്പൊ വീഡിയോ ഇടാത്തത്, പിന്നെ പാത്തു പഠിപ്പ് നിർത്തിയോ, കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് പഠിക്കാൻ വിടണില്ലേ, പിന്നെ ഇപ്പൊ ഇനി അൻഷി ജോലിക്ക് പോകാറില്ലേ, അൻഷിക്ക് ഈ ചെക്കൻക്ക് പണിയൊന്നും ഇല്ലേ, പിന്നെ കുടുംബം എങ്ങനെ പോകുന്നു, അങ്ങനത്തെ കമന്റ് ഒക്കെ ഞാൻ കാണാം. അപ്പൊ ഞാൻ ഇതിനൊക്കെ റിപ്ലൈ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ പല ഹെൽത്ത് ഇഷ്യൂ, പിന്നെ വീഡിയോ എടുക്കാനുള്ള മടി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ എന്താ പറയാ ഡിലേ ആയി പോവാണ്. നിങ്ങൾ കാർ എവിടെയെങ്കിലും സൈഡാക്കോ, ഭയങ്കര ഡിലേ അല്ലോ ഷേക്ക്. ഓക്കെ, അപ്പൊ ഇതിന്റെ റിപ്ലൈ ഞാനും അൻഷിയും കൂടി തരാം. ഫസ്റ്റത്തെ റിപ്ലൈ, ഞാൻ പഠിപ്പ് നിർത്തിയോന്നാണ് അതിന്റെ ഇതെന്താണ്? പഠിപ്പ് നിർത്തിയില്ല, അവളെ കോഴ്സ് കഴിഞ്ഞു, എക്സാം ഉണ്ട്. അതെ, എക്സാമിന്റെ ഇടയിൽ കൂടെ കല്യാണം വന്നത്. അപ്പോ ഈ ബാച്ചിൽ എഴുതാൻ പറ്റൂല, നെക്സ്റ്റ് ബാച്ചിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിന് മുമ്പ് അവൾക്ക് ട്രെയിനിങ് ഉണ്ട്, ആ കാര്യങ്ങൾക്കൊക്കെ വെയിറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ഇടാത്ത എന്താ കാരണം വെച്ചാൽ അത് ഓളോട് തന്നെ ചോദിക്കണം. കുഴി മടിയെത്തി, കല്യാണത്തിന് മുമ്പ് കുറച്ച് എന്താ പറയാ നല്ലൊരു വീഡിയോ കാര്യങ്ങൾ എടുത്ത് നടന്നില്ല കുട്ടീനെ. പക്ഷെ കല്യാണം അതിന്റെ ശേഷം തിന്നാ കുടിച്ചാ കിടന്നുറങ്ങാം, ഈ ഒരു പരിപാടി അല്ലാതെ വേറെ ഒന്നും കൂടി ചെയ്യണില്ല. ഗൈസ്, എന്നോട് കുറെ പേര് ചോദിക്കണ ആരാണ്, ഹസ്ബൻഡിന് പറ്റാത്തോണ്ടാണോ, ഹസ്ബൻഡിന്റെ വീട്ടുകാർക്ക് അവിടെ അൻഷിന്റെ വീട്ടിലായാലും അൻഷിക്കായാലും ഞാൻ വീഡിയോ ഇടുന്നതിലും അല്ലെങ്കിൽ ഞാൻ വ്ളോഗ് ചെയ്യുന്നതിലും അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള ആളല്ല അൻഷിന്റെ ഫാമിലിയും. എനിക്ക് എന്റെ ഇഷ്ടം പോലെ ചെയ്യാനുള്ള എല്ലാ ഫ്രീഡും എനിക്ക് അവിടെ ഉണ്ട്. സംഭവം എന്താ വെച്ചാല്, കല്യാണം കഴിഞ്ഞതിന് ശേഷം കണ്ടന്റ് കൂടിയിക്കാണ്, പക്ഷെ എന്റെ മടി കൂടി. കണ്ടന്റ് ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല, എന്റെ മടി കൂടി. ക്യാമറ ഞാൻ ആ വ്ളോഗിങ്ങിന്റെ ടച്ച് വിട്ടു, പിന്നെന്താ യൂട്യൂബിൽ ആക്റ്റീവ് ആവാൻ വിട്ടു. പക്ഷെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതുകൊണ്ടാണ്, അല്ലാതെ എന്റെ വീട്ടുകാർക്ക് പറ്റായിട്ടോ അല്ലെങ്കിൽ അൻഷിനെ കൂട്ടിലിട്ട് വളർത്തുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അൻഷി ഇഷ്ടമില്ലാത്ത സമ്മതിക്കാത്തോണ്ടോ ഒന്നും അല്ല. എന്റെ എല്ലാ ഇഷ്ടത്തിനും അല്ലെങ്കിൽ എന്റെ എല്ലാ കൊഞ്ചലിനും നിന്നിരുന്ന ഒരു ഹസ്ബൻഡ് അല്ല അൻഷി. സോപ്പിടല്ലോ കേട്ടോ, എന്റെ എല്ലാത്തിനും നിന്നിരുന്ന ഒരു ഹസ്ബൻഡ് തന്നെയാണ്. ഞാൻ അതിൽ ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഇപ്പൊ അൻഷിന്റെ വീട്ടുകാരാണെന്നുണ്ടെങ്കിലും ഞാൻ അതിൽ ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അപ്പം അതുകൊണ്ടൊന്നല്ല കേട്ടോ. പിന്നെ രണ്ടാമത്തെ കേസ് പറഞ്ഞാൽ എന്റെ പഠിപ്പിന്റേതാണ്. ഞാൻ പഠിപ്പ് നിർത്തിയോന്നുള്ളത്. എന്റെ കോഴ്സ് 1 ഇയർ ഡ്യൂറേഷൻ വരുന്ന കോഴ്സ് ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ 1 ഇയർ എന്ന് പറഞ്ഞാല് അതിലൊരു 3 മാസത്തെ എന്താ പറയാ ട്രെയിനിങ്ങും കാര്യങ്ങളും, ബാക്കി കോഴ്സ്, അങ്ങനെയാണ് എന്റെ ഡ്യൂറേഷൻ വരുന്നത്. മൊത്തത്തിൽ 1 ഇയർ ആണ് വരുന്നത്. അപ്പം ഞാനിപ്പോ കേറിയിട്ട് 1 ഇയർ കഴിയാനായി. അപ്പൊ ഈ 1 ഇയർ കഴിഞ്ഞ് ഞാൻ കല്യാണത്തിന് വേണ്ടി ലീവ് എടുത്ത് പോന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോഴത്തേന് എന്റെ കോഴ്സ് കംപ്ലീറ്റ് ആയി. പിന്നെ ആ ലാസ്റ്റത്തെ 1 മന്ത് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. എന്റെ കോഴ്സ് കംപ്ലീറ്റ് ആയി. ഇനി എനിക്ക് എക്സാം ഉണ്ട്. അത് ഈ ബാച്ച് ഞാൻ ഹോൾ ടിക്കറ്റിന്റെ ഫോം ഫില്ല് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയ ആ സമയത്താണ് ഞങ്ങളെ കല്യാണം വന്നത്. അപ്പൊ അത് ലേറ്റ് ആയി പോയതുകൊണ്ട് എനിക്ക് ഈ ബാച്ചിൽ എക്സാം എഴുതാൻ പറ്റില്ല. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിന്റെ അതായത് ഞങ്ങളുടെ തന്നെ D10 D12 അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ, അപ്പൊ ഓല എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് എക്സാം എഴുതാൻ പറ്റും. അല്ലാതെ ഞാൻ എന്റെ പാഷനോ അല്ലെങ്കിൽ ഞാൻ എന്റെ പ്രൊഫഷനോ ഒന്നും മറന്നിട്ടില്ല. ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവില്ലേ ലൈഫിൽ ഒരു ചേഞ്ചിങ്, ഒരു ബ്രേക്ക് എടുക്കുക എന്ന് പറയില്ലേ, ആ ഒരു ബ്രേക്കിലാണ് ഞാൻ ഇപ്പൊ ഉള്ളത്. പക്ഷെ ഞാൻ എന്റെ ആഗ്രഹത്തിലും ഞാൻ എന്റെ ഡ്രീമിലും ഒരു ദിവസം എന്തായാലും എത്തും. എനിക്കിപ്പോഴും ട്രാവൽസ് ഞാൻ എന്റെ ജോലി കല്യാണം കഴിഞ്ഞ സമയത്ത് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. അപ്പൊ 2-3 ട്രാവൽസ് എന്നൊക്കെ എന്റെ CV കണ്ട് അപ്പോലെ ഇംപ്രസ്ഡ് ആയിട്ട് വിളിക്കലുണ്ട്. അപ്പൊ അൻഷി പറഞ്ഞു, എന്താ പറഞ്ഞ അൻഷിയെ? എന്താ പറഞ്ഞേ കല്യാണം കഴിഞ്ഞ ടൈമല്ലേ? കല്യാണം കഴിഞ്ഞ പണിക്കോണ്ട ആവശ്യമില്ലല്ലോ. അവനക്ക് കല്യാണം കഴിഞ്ഞപ്പോ തന്നെ ഞാൻ വിട്ടു പോണോണ്ട് ഇവളെ കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞേക്കനെ ജോലിക്ക് കയറണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, നമ്മളെ ലൈഫ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ നോക്കണ്ട, 1-2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, അതിലേറെ നല്ല ട്രാവൽസിനൊക്കെ വരും. പിന്നെ ആ ട്രാവൽസ് പറഞ്ഞാൽ കോഴിക്കോടേനു, ഡെയിലി പോയി വരണം, അങ്ങനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ. ഞാനിപ്പോ ജോലിക്ക് പോയാലും കോഴിക്കോട് അവിടെ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യേണ്ടി വരും. കല്യാണം കഴിഞ്ഞ 1 വീക്ക് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടൊന്നും എനിക്ക് താല്പര്യം, അപ്പൊ തന്നെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എന്നെ പറഞ്ഞേച്ചില്ല. എന്നോട് ചോദിച്ചപ്പോ തന്നെ വേണോ ചോദിച്ചു. അങ്ങനെ ഞാനത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഞാൻ പഠിച്ച കോളേജിൽ നിന്ന് തന്നെ എന്നോട് ചോദിച്ചു ജോലിക്ക് കയറാൻ, അതായത് റിസപ്ഷനിസ്റ്റ് ആയിട്ടും മീഡിയ കൈകാര്യം ചെയ്യാനും കയറാൻ താല്പര്യം ഉണ്ടോന്ന് എന്റെ ഹെഡ് വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. HM അതായത് പ്രിൻസി വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോത്തിനും എന്താ പറയാ, അപ്പത്തിനും
ഞാൻ വിചാരിച്ചു ഇപ്പൊ തന്നെ കേറണ്ട വിചാരിച്ചു ഒരു ബ്രേക്ക് എടുത്തിക്കാണ്. അതുകൊണ്ടാണ്. ഇനിയിപ്പോ അൻഷിന്റെ ജോലിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൻഷി ഇവന്റിന്റെ ടീമിൽ വർക്ക് ചെയ്യാണ്. നമ്മളെ വെഡിങ്ങിന്റെ ഡെക്കോർ കാര്യങ്ങള് ഒക്കെ നോക്കുന്ന ആ ഒരു ടീമിൽ വർക്ക് ചെയ്യാണ്. അതെ, കാണാത്തോലുണ്ട്. കാണാത്തോലുണ്ട്. അപ്പോ വെഡിങ് വരുന്നതിനനുസരിച്ച് ഓൾക്ക് ബുക്കിംഗ് വരുന്നതിനനുസരിച്ചിട്ടാണ് ഓന്റെ ജോബ് ഇരിക്കുന്നത്. പക്ഷെ നല്ല ജോബാണ്, നല്ല ഒരു ഇതുള്ള ജോബാണ്. പിന്നെ അതല്ലാതെ ഇപ്പൊ എന്റെ കൂടെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് അല്ലെ, അപ്പൊ നമ്മൾ ജീവിച്ചു പോകുന്നത് എങ്ങനെയാ വെച്ചാല് മെയിൻ ആയിട്ട് സോഷ്യൽ മീഡിയന്റെ തന്നെയാണ്. നമുക്ക് പ്രൊമോഷൻസ് ഉണ്ട്, ഷൂട്ട്സ് ഉണ്ട്, പിന്നെ യൂട്യൂബിൽ നിന്ന് നല്ലൊരു വരുമാനം എല്ലാ മാസവും മാഷാഅല്ലാ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. പിന്നെ അൻഷി ജോലിക്ക് പോകുന്നുണ്ട്, അൻഷിക്ക് വർക്ക് ഉണ്ടാവുന്ന സമയത്ത് അൻഷി ജോലിക്ക് പോകുന്നുണ്ട്, അല്ലാത്ത സമയത്ത് അൻഷിന്റെ ഒപ്പം ഉണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ പറയാനുള്ളത്. അപ്പൊ ഇനി ആരും അൻഷിക്ക് ജോലി ഇല്ലേ അല്ലെങ്കിൽ പഠിക്കാൻ പോണില്ലേ മടി പിടിച്ചോന്നൊന്നും ചോദിക്കണ്ട. ഞാൻ ഇനി പഴയമാതിരി വീഡിയോ ഇടാൻ ഞാൻ ശ്രദ്ധിക്കാം. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണ്ടേ. കല്യാണൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ് കോണ്ടാക്ട് ചെയ്യാം. അതിന്റെ ഇടയിൽ കൂടെ പ്രൊമോഷൻ. അപ്പൊ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ആയ ബെല്ല വെഡിങ്സ് പറഞ്ഞ പേജിൽ കയറി മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ അറിയാം ഞങ്ങളെ പണി എന്താന്നുള്ളത്. പിന്നെ കമന്റ് ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ കിടന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ തിരിയുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. കാരണം അതിനൊരു വേണ്ട. അപ്പൊ അതിനെന്തായാലും എക്സ്പ്ലനേഷൻ കൊണ്ട് ഞങ്ങൾ വൈകാതെ തന്നെ വരും. പറ്റുകയാണെങ്കിൽ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച എന്തായാലും വരും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോയിൽ വന്നാണ് കേട്ടോ. അപ്പൊ ബൈ ഗൈസ്, ടാറ്റാ.